വാർത്താവീക്ഷണം. മലയാള കവിതയിലെ അമ്മ മനസ്സ്. തയ്യാറാക്കിയത് കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, എഴുത്തുകാരൻ. ഒരു പൂപോൽ പൂത്തുനിന്നൊരാ മുഗ്ധസ്നേഹമൊരു ദീപമായി, ദീപ്തതാരമായി, മഹാസൂര്യകിരണങ്ങളായി എൻ്റെ ആത്മാവിലോളം തല്ലിയിളകിയിടുന്നു. മുക്തകണ്ഠമായി പാടട്ടെ ഞാൻ. മാനവസ്നേഹത്തിൻ്റെ മനസ്സർപ്പിച്ച് പാടി മതിവരാത്ത മലയാള കവിതയിലെ അമ്മ മനസ്സ് സുഗതകുമാരി ഓർമ്മയായി. കവിതകളിൽ കണ്ണീർ നിറഞ്ഞ മിഴികളുമായി കാണാത്ത കണ്ണനെ തേടി നടന്ന രാധ. സുഗതകുമാരിയുടെ രചനകളിലെല്ലാം അടിസ്ഥാനധാരയായി രാധയുടെ അലച്ചിലുണ്ട്. സത്യം തേടിയുള്ള അലച്ചിൽ, ധർമ്മം പുലർന്നു കാണാനുള്ള മോഹം, നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം, പ്രകൃതിയുടെ ഉൾവിളികൾക്ക് കാതോർത്തുകൊണ്ടുള്ള നിതാന്ത യാത്ര. ജീവിതം ഒരു യാത്രയെന്നോർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഈ കവയിത്രി. സ്വാതന്ത്ര്യസമരത്തിന്റെ മുഴക്കവും കവിതയുടെ തിളക്കവും നിറഞ്ഞ കുടുംബ പശ്ചാത്തലം. കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബോധേശ്വരന്റെയും VK കാർത്യായനി അമ്മയുടെയും മകൾ, ഹൃദയകുമാരിയുടെയും സുജാത ദേവിയുടെയും സഹോദരി, ഡോക്ടർ K വേലായുധൻ നായരുടെ സഹധർമ്മിണി. ഇങ്ങനെ തിളക്കമേറിയ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയാണ് സുഗതകുമാരി. 3-ാമത്തെ വയസ്സിൽ മുത്തശ്ശി ചൊല്ലിക്കൊടുത്ത രാമായണം ഹൃദിസ്ഥമാക്കി തുടങ്ങിയ കുട്ടി കവിത എഴുത്തിലേക്ക് വന്ന കാലം ശ്രീകുമാർ എന്ന അപരനാമം സ്വീകരിച്ചു. പിന്നീടാണ് സുഗതകുമാരി എന്ന പേരിൽ കവിത പ്രസിദ്ധീകരിച്ചത്. അതിന് വഴിയൊരുക്കിയത് കവിയും പത്രാധിപരുമായിരുന്ന NV കൃഷ്ണവാര്യർ. ഒരു താരകയെ കാണുമ്പോൾ രാവും പുതുമഴ കാണുമ്പോൾ വരൾച്ചയും മറക്കുന്ന ഈ കവി മനസ്സിൽ നിറഞ്ഞത് മാനവ സ്നേഹം. കവിതയിൽ കണ്ണീരുപ്പ് കലർന്ന കറുത്ത കടൽ ഒളിപ്പിച്ചു വെച്ച എഴുത്തുകാരി. തത്വശാസ്ത്രം ഐച്ഛിക വിഷയമായി പഠിച്ച എഴുത്തുകാരിക്ക് വിജയിക്കുന്ന പോരാട്ടങ്ങൾ പോലെ തന്നെയായിരുന്നു തോൽക്കുന്ന പോരാട്ടങ്ങളും. അതുതന്നെയാവാം ഈ കവയിത്രി സാമൂഹിക പ്രശ്നങ്ങളിലും പരിസ്ഥിതി സംരക്ഷണ പോരാട്ടങ്ങളിലും മുന്നിട്ടിറങ്ങിയത്. തെരുവിന്റെ അനാഥത്വവും വേദനിക്കുന്നവരുടെ അഭയവുമായി നിലകൊള്ളാൻ സുഗതകുമാരി സ്വയം തയ്യാറാവുകയായിരുന്നു. സത്യമെന്ന് തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാനും ഈ കവയിത്രി മടി കാണിച്ചില്ല. സാമൂഹിക ഇടപെടലിന്റെ പുതിയൊരു ശബ്ദമായി തീരുകയായിരുന്നു കവിതയിലെ ഈ അമ്മ മനസ്സ്. കവിതയെഴുത്ത് സാമൂഹിക പ്രവർത്തനമായി അംഗീകരിച്ച എഴുത്തുകാരി, ഉറവ വറ്റാത്ത മാനവ സ്നേഹത്തിന് മാതൃകയായി. മുത്തുച്ചിപ്പി എന്ന ആദ്യത്തെ കാവ്യസമാഹാരം കൊണ്ടുതന്നെ വലിയ കവികളോടൊപ്പം സുഗതകുമാരിയുടെ പേരും ചേർക്കപ്പെട്ടു. നൈസർഗികമായ വാസനാബലവും നൈപുണ്യവും ഇഴചേർന്ന കവിതകൾ കൊണ്ട് സമ്പന്നമാണ് മുത്തുച്ചിപ്പി. വിശാലതയിലേക്ക് എന്ന കവിതയിൽ സുഗതകുമാരി ഓർമ്മിപ്പിച്ചത് ഇങ്ങനെ: ധീരമാം നിൻമേനി കീറി നോവിക്കുമീ ഭീതിതൻ ചാട്ടവാർ ദൂരത്തെറിഞ്ഞു ഞാൻ പൊയ്ക്കൊള്ളുക മുന്നോട്ടു മുന്നോട്ടു നിർഭയമിക്കണ്ടതൊക്കെ കുതിച്ചു കടന്നു നീ നിൻ പാദപാദത്തിനൊപ്പം മുഴങ്ങട്ടെ സംഗീതമേളമെൻ ജീവിതവേദിയിൽ. സ്നേഹരാഹിത്യത്തെ ചൊല്ലിയുള്ള വേദനയും സ്നേഹക്കണ്ണീരിന്റെ നനവും നിറഞ്ഞതാണ് സുഗതകുമാരിയുടെ കാവ്യതട്ടകം. പ്രകൃതിക്ക് മുറിവേൽക്കുന്നിടത്തെല്ലാം സുഗതകുമാരിയെ കേരളം കണ്ടു. ഒരമ്മയുടെ വേവലാതിയോടെയായിരുന്നു കവയിത്രിയുടെ ഇടപെടൽ. കവിത അകവെളിച്ചത്തിന്റെ അടയാളമാണ്, ജീവധാരയായി പെയ്തിറങ്ങുന്ന ആത്മഭാഷണം തന്നെ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള നാടിന്റെ ധർമ്മച്യുതിക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സുഗതകുമാരിയുടെ കവിതകളിൽ പൊള്ളലേൽപ്പിക്കുന്ന തീക്ഷ്ണതയായി മാറി. ദുസ്സഹമല്ലോ കുരുക്ഷേത്ര ഭൂവിലി നിസ്സഹായത്വം നിറഞ്ഞ ദുഃഖം എന്ന് പാടാനും മറന്നില്ല. ഇങ്ങനെ കവിതയുടെ നീറ്റലും കുറുകലും നിലാവെളിച്ചവുമാണ് സുഗതകുമാരി കവിതയിലൂടെ അനുഭവപ്പെടുത്തിയത്. മലയാള കവിതയിൽ ധർമ്മബോധത്തിന് കാവലിരിക്കുന്ന സുമനസിന്റെ സജീവ സാന്നിധ്യം. മനുഷ്യനും പ്രകൃതിയും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം ഇഴചേർന്നു നിൽക്കുന്ന ചിത്രകമ്പളമാണ് അക്ഷരക്കൂട്ടിൽ ഈ കവി നെയ്തെടുത്തത്. ഇത്തിരി ചുവപ്പും അതിലേറെ പച്ചപ്പും മോഹഭംഗവും എല്ലാറ്റിനുമുപരി മാനവീയതയുടെ ഹംസധ്വനിയുമാണ് മലയാളി മനസ്സിലേക്ക് എഴുതിച്ചേർത്തത്. സാമസംഗീതത്തിന്റെ ആർദ്രതയോടൊപ്പം മാറ്റത്തിന്റെ കാഹളവും ഇച്ഛാഭംഗത്തിന്റെ വേലിയേറ്റവും സുഗതകുമാരിയുടെ കാവ്യപഥത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. കാൽപ്പനിക പാരമ്പര്യത്തിന്റെ കാവ്യവഴിയിലൂടെ എഴുതി തുടങ്ങിയ സുഗതകുമാരി സ്വപ്നഭൂമി, പാവം മാനവഹൃദയം, പാതിരാപ്പൂക്കൾ, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, ദേവദാസി, രാധയെവിടെ, കൃഷ്ണകവിതകൾ, തുലാവർഷപ്പച്ച, മണലെഴുത്ത്, ഹൈനയുടെ പ്രണയകവിതകൾ തുടങ്ങി നിരവധി കൃതികളിലൂടെ സാമ്പ്രദായിക ആഖ്യാന രീതികളിലേക്ക് ഒരു നിഷേധത്തെ പ്രവേശിപ്പിച്ചുകൊണ്ടാണ് ആഖ്യാനത്തിന്റെ സാമൂഹിക ഇടപെടൽ കവിതയിൽ ചേർത്തുവെച്ചത്. മലയാള കവിതയിൽ കാൽപ്പനികതയുടെ താളവും രാഗവും നക്ഷത്രദീപ്തിയുതിർത്ത ദശാസന്ധിയിലാണ് സ്നേഹവും വാത്സല്യവും കലാപവും സുഗതകുമാരി എഴുത്തിൽ ചേർത്തുവച്ചത്. ഇനി ഈ മനസ്സിൽ കവിതയില്ലെന്ന് പറഞ്ഞുറപ്പിക്കുകയും എഴുതാതിരിക്കാൻ കഴിയില്ലെന്നും കവയിത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു.
രാത്രിമഴ പോലെ ചില നേരത്ത് നിരാശയും ചില നേരത്ത് വിങ്ങലും പുഞ്ചിരിയും സമ്മാനിച്ചു. കൈകോർത്ത് നടക്കുവാൻ ഇത്തിരിയല്ലോ നേരം, കൊതിക്കാൻ സ്നേഹിക്കാനും എന്നിങ്ങനെ ദലമർമ്മരം പോലെ ഉണർത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ സാഹിത്യത്തിന്റെ അനുഭവത്തിൽ പെട്ടിട്ടില്ലാത്ത പുതിയൊരനുഭവമായിരുന്നു വനനശീകരണത്തിനെതിരെ സുഗതകുമാരി കൊണ്ടുവന്നത്. പൂക്കളില്ലാതെ പുലരിയില്ലാതെ ആർദ്രമേതോ വിളിക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടുനിന്നുവോ തോഴരെ നന്ദി നന്ദി. ഇങ്ങനെ ഒരു ജീവിതം മുഴുവൻ മലയാളത്തിനു വേണ്ടി കവിത നൽകി. കഠോരമായ സത്യമന്വേഷിച്ച കവി ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അലസതയുടെയും ലോകം പൊട്ടിത്തകരുന്നത് കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ട മനസ്സിന്റെ തേങ്ങൽ ആവിഷ്കരിക്കുന്നുണ്ട് അമ്പലമണിയിൽ. വാക്കുകൾ നദിയിലൊഴുകി വരുന്ന വിളക്കുകളായിത്തീരുന്നു. ആസ്വദിച്ചു കഴിഞ്ഞാൽ ഉടൻ വിസ്മരിക്കപ്പെടുന്നില്ല. സുഗതകുമാരിയുടെ കവിതകളും ഇങ്ങനെയൊരു കാവ്യാനുഭവമാണ്. അർത്ഥഗരിമയാർന്ന ബിംബങ്ങളുടെ കനത്തുനിൽപ്പ് ഈ കവിയുടെ രചനകളിൽ സദാ ജാഗരൂകരായി അനുവാചകനെ വന്നു തൊട്ടുകൊണ്ടിരിക്കുന്നു. സംഗീതത്തിലും സൗന്ദര്യത്തിലും സാരാംശരേഖയാകുന്ന നിരവധി കവി മനസ്സ് ബിംബങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സുഗതകുമാരിയെപ്പോലെ മറ്റൊരു കവി മലയാളത്തിലില്ല. എഴുത്തിന്റെ വഴിയിൽ ഈ കവിയുടെ പാഥേയം വിശ്വസംസ്കൃതി തന്നെ. അതുകൊണ്ട് തന്നെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട കവി കൂടിയാണ് സുഗതകുമാരിയും. കാവു തീണ്ടിയാൽ കുളം വറ്റുമെന്നോർമ്മിപ്പിച്ചു. കാടിന്റെയും നദിയുടെയും രോദനം കേൾപ്പിച്ചു. ദുർഘടമത്രേ പോന്ന പാതകളെന്നാൽ ഏറെ ദുർഗമമെന്നോ മുന്നിൽ ദീർഘമാം മാർഗം. ഇരുൾ നിറയുന്നത് തൊട്ടുകാണിച്ചു. എന്നാൽ പിന്മടക്കമില്ലാത്ത യാത്ര തുടർന്നു. അത് അഭയ പോലുള്ള സാന്ത്വന തീരങ്ങളിൽ പടുത്തുയർത്തി. നടക്കുന്ന ദിക്കിലൊക്കെയും വേദനയുടെ നേർത്ത ശബ്ദം തന്നെ പിന്തുടരുന്നതായി സുഗതകുമാരി എഴുതി. അത് പീഡനത്തിനിരയാകുന്ന പെൺകുട്ടിയുടെ രോദനമാണ്. സുഗതകുമാരി കവിത അവൾക്കൊപ്പം നിന്നു. അവൾക്കു വേണ്ടി പാടുകയും ചെയ്തു. മൂകമായ പിൻവിളിയായി അവൾ മാറി. വേദനിക്കുന്ന നിശബ്ദയാക്കപ്പെടുന്ന പെണ്ണിനു വേണ്ടി ഉയരുന്ന പ്രതിരോധമായി സുഗതകുമാരിയുടെ കവിതകൾ പിറന്നു. മനുഷ്യനെന്ന അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ടുള്ള ഒരു ആദർശത്തിനോടും സുഗതകുമാരി ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നില്ല. സുഗതകുമാരിയുടെ ഭാഷാശില്പം ശ്രദ്ധിക്കാതെ മലയാള കവിതയ്ക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. കവിക്ക് ഭാഷ ഒരു ഭാരമല്ല. മലയാളത്തിൽ 1950കളുടെ ഉത്തരാർദ്ധത്തിൽ രൂപപ്പെട്ട കാൽപ്പനികമെന്നും ആധുനികമെന്നും വിളിക്കപ്പെട്ട ഒരു കൂട്ടം കവിതകളുടെ തുടർച്ച എന്ന നിലയിൽ സുഗതകുമാരിയുടെ കവിത അന്നത്തെ വൈലോപ്പിള്ളി, ONV കുറുപ്പ്, അയ്യപ്പ പണിക്കർ, വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങിയ കവികളുടെ രചനകളുടെ വഴിയിൽ ചേർന്നു നിന്നു. പ്രമേയവും ആഖ്യാനവും സൗന്ദര്യബോധവും കൃത്യമായ രചനാശാസ്ത്രത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അസ്വാസ്ഥ്യം നിറഞ്ഞ സ്വന്തം പ്രതികരണങ്ങൾക്ക് സ്വകീയ ഭാഷയിലൂടെ വേറിട്ടൊരു ഇടം കണ്ടെത്താൻ തുടങ്ങി. പുതിയൊരു പദസംസ്കാരവും ആശയബോധവും സുഗതകുമാരി കാവ്യഭാഷയ്ക്ക് നൽകി. കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളും എഴുത്തുകാരിയുടെ വേപഥുകളും കവയിത്രി അതിജീവിക്കുന്നത് വാക്കിന്റെ അഗ്നി കടഞ്ഞെടുത്ത കാവ്യലേഖയിലൂടെയാണ്. സുഗതകുമാരിയുടെ കൃതികൾ വായനക്കാരുടെ ഉള്ളു പൊള്ളിക്കുന്നതും ഇളംതെന്നലിന്റെ തലോടൽ പോലെ സ്പർശിക്കുന്നതും കവിതയുടെ ധ്വനിച്ചു നിൽപ്പുകൊണ്ടാണ്. പ്രതിജ്ഞാബദ്ധതയുടെ പേരിൽ മരക്കവി എന്ന വിളിപ്പേര് പോലും സുഗതകുമാരിക്ക് വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റച്ചിറകിന്റെ താളമോടെ ആ പക്ഷി പാട്ട് വീണ്ടും തെളിഞ്ഞു പാടിപ്പോവുകയായിരുന്നു. ഭാവശീലമായ ഒരു മനസ്സിന്റെ നീക്കിയിരിപ്പ് പോലെ തന്നെ. ജീവിതവും കവിതയും രണ്ടല്ലെന്ന് ഓർമ്മപ്പെടുത്തിയായിരുന്നു സുഗതകുമാരിയുടെ കാവ്യകല അതിന്റെ തുലനാത്മകത അനുഭവപ്പെടുത്തിയത്. ആത്മീയവും ഭൗതികവുമായ മാനങ്ങളും അതിന്റെ ബഹുസ്വരതയും രചനകളിലുണ്ട്. ഇടയ്ക്ക് മൗനം മുറിയുമ്പോൾ കവി മാറ്റത്തിന്റെ സ്ഥലരാശിയിലേക്കുള്ള തയ്യാറെടുപ്പ് ഓർമ്മിപ്പിക്കുന്നു. സൗമ്യവും പരുഷവുമായ നവീന ഘട്ടത്തിന്റെ തുടർച്ചയാണത്. കാവ്യസമാഹാരങ്ങളോടൊപ്പം കാവു തീണ്ടല്ലേ, മേഘം വന്നു തൊട്ടപ്പോൾ, വാരിയല്ല്, കാടിനു കാവലെന്നിങ്ങനെ ലേഖന സമാഹാരങ്ങളും ബാലസാഹിത്യകൃതികളും സുഗതകുമാരി മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുണ്ട്. 2006 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, ആശാൻ പ്രൈസ്, വയലാർ അവാർഡ്, വിശ്വദീപം അവാർഡ്, അബുദാബി മലയാളി സമാജം അവാർഡ്, ജന്മാഷ്ടമി പുരസ്കാരം, സാമൂഹിക സേവനത്തിനുള്ള ഭാട്ടിയ അവാർഡ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ്, സേക്രഡ് സോൾ അന്തർദേശീയ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി, തളിരു മാസികയുടെ പത്രാധിപർ, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ മുതലായ പദവികളും വഹിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. മലയാള കവിതയിലെ അമ്മ മനസ്സ്. തയ്യാറാക്കിയത് കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, എഴുത്തുകാരൻ.